ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് ബീച്ചിലേക്ക് പോകാമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് വണ്ടി അവിടെ പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. ഇതെല്ലാ വീഡിയോയിലും ഈ വണ്ടി തന്നെയാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ വേറെ വണ്ടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ കയറാം. ഇതെന്താ കയറാൻ പറ്റാതെ? കയറിണ്ട്. ഈ ബാക്ക് എടുത്ത് പോകണം. റിവേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിക്കേണ്ടി വരും. അയ്യോ പിടിച്ചേ. സ്വിമ്മിംഗ് പൂൾ അങ്ങോട്ട് പോകണം. ജസ്റ്റ് മിസ് ഇട്ട്. അപ്പം സ്വിമ്മിംഗ് പൂളിലേക്ക് പോയനെ. പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് വണ്ടി. പക്ഷേ സ്വിമ്മിംഗ് പൂളാണെങ്കിലേ കുറച്ച് ദിവസമായിട്ട് വണ്ടികളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ വണ്ടി തന്നെ എടുക്കണേ. ഇപ്പം നമുക്ക് ബീച്ചിലേക്കാണ് വിടണേ. ബീച്ചാണെങ്കിൽ ഇതവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല. സെയിം വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എയർപോർട്ടൊക്കെ ഇപ്പോൾ ബ്ലൂ ആയി. പണ്ട് വൈറ്റ് ആയിരുന്നു. ഇപ്പം കാറുകളൊക്കെ കുറച്ചാണ്. അവിടെ കണ്ട ബീച്ച്. ഇതാണ് ബീച്ച്. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലാണ് ബീച്ചൊക്കെ കാണിക്കണേ. പിന്നെ ഇല്ലേ ഇവിടെ കുറേ ഹൗസൊക്കെ ഉണ്ട്. ഇത് ഹൗസല്ല, ഒരു ഹട്ടാണ്. ഹട്ട്. അപ്പം നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം ഇറങ്ങാം. ആ സാധനം കണ്ട അതെന്തിനാണെന്നറിയാം. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനാണ് ആ സാധനം. അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പോയിട്ട് സ്പീഡിൽ ഓടിപ്പോ. ഇതൊന്നും കയറാൻ പറ്റില്ലല്ലോ. കയറിയുണ്ട്. നടുക്കിലേക്ക് പോവാം. നടുക്കിൽ നിന്ന് ചാടിയാൽ കുറച്ച് രസം ഉണ്ടാവും. നടുക്കിലാണ് വെള്ളം കൂടുതൽ. പക്ഷെ ഇതൊന്നും ഇവിടെ റൗണ്ടാ. അതറിയില്ല എന്തുകൂടാന്ന്. ഇപ്പം നമുക്ക് അവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ആവോ. ഇപ്പം നമുക്ക് ചാടാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ജമ്പ്. ഇതെന്തൂടാ വെള്ളം അവിടെയാണല്ലോ. അപ്പം നീന്താൻ പറ്റുന്നുണ്ട്. ആ അറ്റത്തേക്ക് പോയാൽ ഷാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഷാർക്ക് നല്ല ഡോൾഫിനും സ്രാവൊക്കെ ഉണ്ട്. പിന്നെ തിമിംഗലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബ്ലൂ വെയിലും ഉണ്ട്. ബ്ലൂ വെയിലും തിമിംഗലും സെയിം തന്നെയാണ്. ഇപ്പം നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് തന്നെ തിരിച്ചു വരാം. അവിടെ കണ്ട ഒരു ഡാർക്ക് കളറ്. ആ ഡാർക്ക് കളർ എത്തുമ്പോൾ തിരിച്ചു വരാം. അവിടെയൊക്കെ നമുക്ക് പോയി നോക്കാട്ടാ. പക്ഷേ പോവാ അവിടെ പോലീസ് പിടിച്ചിടിക്കും. എന്താണെന്നറിയോ, ഇവിടേക്ക് അവിടെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. ബോർഡർ കടന്നു പോയാൽ പോലീസ് പിന്നെ ജയിലിലിട്ട് കുറേ നാൾ ജയിലിലിട്ട്. നമുക്കിപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. അവിടെ കണ്ട നമ്മുടെ കാറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കാറ് വെള്ളത്തിലേക്ക് വീണാൻ പറ്റൂടാ. പിന്നെ വെള്ളത്തിലേക്ക് വീഴാണ്ടിരുന്ന വെള്ളം വീണാ പിന്നെ ഫുള്ള് പെട്ടു. എന്താണെന്നറിയോ, ഈ കാറ് വെള്ളത്തിൽ വീണാ പെട്രോളിൽ വെള്ളമൊക്കെ വീഴും. പിന്നെ കാറൊക്കെ നാശാവൂട്ടാ. ഇപ്പം നമുക്ക് കാറിൽ കയറാം. കാറൊക്കെ ഇതെവിടെ? ഇവിടെ ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ അതെന്തോ രാജ സാധനം കൊണ്ടില്ലോ. അന്നെങ്കിലും അവിടെ ഇപ്പം നമുക്ക് തിരിച്ചു പോവാം. അതെന്തൂട്ടാ കാറിലെന്താ തവളയല്ല എന്തോ ചില്ല് പൊട്ടിയതാ കാറിലിപ്പം. ഇതെന്താ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. വീട്ടിൽ പോയിട്ട് വേണം ഡ്രസ്സൊക്കെ മാറാൻ. ഡ്രസ്സ് മാറിയിട്ട് വേണം അങ്ങോട്ടെങ്കിലും ടൂർ പോകാൻ. കുറേ നാളായിട്ട് ആ ടൂറൊക്കെ പോയിട്ട്. പിന്നെ നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോകാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഡ്രസ്സൊക്കെ മാറണേ. ഈ ഇന്നർ ബേജിലിട്ടിട്ട് പോയാൽ എല്ലാവരും പിടിച്ച് കളിയാക്കും. അതുകൊണ്ടാണ് ഡ്രസ്സ് മാറാൻ പോണേ. അല്ലെങ്കിൽ ഇതന്നെ ഇട്ടിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ജുറാസിക് പാർക്കിലേക്ക് പോയാൽ അവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അവരൊക്കെ കണ്ട കളിയാക്കും. പിന്നെ ഡൈനോസറൊക്കെ സിമ്പിളായിട്ട് പിടിച്ചിടിക്കും. പിടിച്ചിടിക്കുന്നല്ല, പിടിച്ച് കടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് ഇടണേ. അവിടെ ഇവിടെ ഇടിക്കാണ്ട് പോയാൽ മതിയായിരുന്നു. പെട്ടെന്ന് എത്തിയാൽ പെട്ടെന്ന് ഡ്രസ്സ് ഇടാം. ഇപ്പം നമുക്ക് അത് കണ്ട ഒരു ഫാക്ടറി. അവിടെ ഐസ്ക്രീമൊക്കെ വിൽക്കണ ഒരു ഫാക്ടറിയാണ്. ഐസ്ക്രീമൊക്കെ ഇപ്പം വിൽക്കണില്ല. എന്താണെന്നറിയോ, ഒരു കുട്ടി ഐസ്ക്രീം കഴിച്ചിട്ട് തല കുത്തി മറിഞ്ഞ് വട്ടി പിടിച്ചു. അതുകൊണ്ടാണ് ഇപ്പം അവിടെ ഐസ്ക്രീമൊന്നും വിൽക്കണില്ല. ഐസ്ക്രീമിൻ്റെ ഡോറൊക്കെ പോകുന്നുണ്ട്. ഐസ്ക്രീം പറയുമ്പോഴേക്കും ഡോറൊക്കെ പോകുന്നുണ്ട്. ഡോറൊക്കെ അങ്ങോട്ടും അടിച്ചു. അതേ ഡോറൊക്കെ പോണു. എല്ലാ ഡോറും പോകണ്ടല്ലോ. അതേ ഒരു ഡോറും കൂടി ഉണ്ട്. ആ ഡോറും കൂടി പോയാൽ വണ്ടി നാശമാവും. പിന്നെ ഒരു ബൈക്ക് എടുക്കേണ്ടി വരും. ബൈക്കാണ് നല്ലത്. ഏത് കാർ എടുത്താലും അവിടെ ഇവിടെ ഇടിച്ച് സീറ്റൊക്കെ പോവും. സീറ്റല്ല, ഡോറും സീറ്റൊക്കെ പോവും. പിന്നെ ആ പുറകിലത്തെ ഒരു വീല് വേണ്ട, അതൊക്കെ തെറിച്ച് പോവും. അതുകൊണ്ടാണ് നമുക്ക് ഒരു ടൂറ് പോകുമ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തിട്ട് പോവാം. ടൂറ് പോകുമ്പോൾ വണ്ടി എടുത്തില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മുടെ അലമാരി അവിടെയാണ്. ഇതാരെങ്കിലും ഇപ്പം നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആരെങ്കിലും ഇതാരാണ് വിളിക്കണേ? നമുക്ക് ഡ്രൈവറിനെ വിളിക്കണ്ട. ഡ്രൈവറേ, എത്ര ദിവസമായിട്ട് കണ്ടിട്ട്? ഞാൻ നാളെ വരാടാ വീട്ടിലേക്ക്.
അവനൊന്നും പറഞ്ഞില്ല, അവന് വയ്യാന്നാ തോന്നുന്നേ. അപ്പം നമുക്ക് ഡ്രസ്സ് മാറാം. ഇതാണ് നമ്മളെ ഡ്രസ്സ് വയ്ക്കണ കബോർഡ്. നമുക്ക് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടാ. റെഡും വൈറ്റ് ഇട്ടാലോ പൊളിയുണ്ടോ, പൊളിയാവും വൈറ്റിട്ടാ. വൈറ്റ് ഇത് വൈറ്റ് അവിടെ, ഇതല്ല ഇതുമല്ല വൈറ്റ് അവിടെ. വൈറ്റ് കിട്ടി. ട്രൗസർ വൈറ്റ് ഉണ്ടാവും. ഇതെവിടെ വൈറ്റ്? വൈറ്റ് ഒന്നും കിട്ടും. വൈറ്റ് കിട്ടി. ഇനി ബാഗ് ഒരു മഞ്ഞ ബാഗ് ഇടാം. മഞ്ഞ ബാഗ് ഇപ്പം ഈ ബാഗല്ലല്ലോ, മഞ്ഞ ബാഗ് അവിടെ. ഇത് മഞ്ഞ ബാഗ് വേണം ഇപ്പം. ബ്ലാക്ക് ബാഗ് വേണോ, മഞ്ഞ ബാഗ് വേണോ, ബ്ലാക്ക് ബാഗ് വേണം ഇപ്പം. ഏത് ബാഗ് എടുക്കുക? അതാ ശരി. ഇപ്പം ഏത് ബാഗ് എടുക്കും എന്നാണ് ആലോചിക്കണേ. മഞ്ഞ ബാഗ് തന്നെ എടുത്തു. ഞാൻ തൊപ്പിയിടാം. തൊപ്പിയിട്ടിട്ട് നമുക്ക് പോവാം. ഒരു ബൈക്ക് എടുക്കാം. ബൈക്ക് ഓർഡർ ചെയ്യാം. ഇപ്പം ബൈക്കിനാണെങ്കിൽ എത്ര ഓർഡർ ചെയ്യണ നമ്പർ എന്നറിയാം. 7000 ആണ് ബൈക്കിൻ്റെ നമ്പർ. കാറിൽ വല്ല പൈസ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഒന്നും ഇരിക്കണില്ല. അപ്പം നമുക്ക് പുതിയ ഏതെങ്കിലും വണ്ടി എടുക്കാം. അപ്പം നമുക്ക് ഏത് വണ്ടി എടുക്കാം? നമുക്ക് 700 അടിച്ചാൽ ഒരു പൊളിമ ബൈക്ക് വരും. 7 അടിച്ച് 00 അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തീരും. 700 ഈ കോൾ അടിക്കുക, നമുക്ക് കിട്ടും. കിട്ടിയിട്ടുണ്ട്. ഏതാ ബൈക്ക് എന്നറിയില്ല. ഒരു RGB കളർ ഇടാം. കളറൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടിയിൽ കയറാം. നേരെ ജുറാസിക് പാർക്കിലേക്കാണ് ടൂറ് പോണേ. നേരത്തെ പറഞ്ഞു ജുറാസിക് പാർക്കിൽ ഇപ്പം ആനയൊക്കെ ഉണ്ടല്ലേ, പിന്നെ പോത്ത്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഡൈനോസറും റൈനോ പുലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നുമില്ല. അതാ പ്രശ്നം. ഇപ്പം റോട്ടിൽ കൂടെ ആണെങ്കിൽ പുതിയ കാറൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം വലിയ ഒരു ബിൽഡിങ് കണ്ട അവിടെ ഇപ്പോൾ കാറ് വിൽക്കണ കടയാണ്, ഉള്ളിലാണ്. അതുകൊണ്ട് ഇപ്പം പുതിയ മോഡൽ കാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ പോവാം. എങ്ങോട്ടൊക്കെയാണ് വണ്ടി പോണേ പറഞ്ഞപ്പോഴേക്കും പോകണ്ടല്ലോ. നമുക്ക് ഷോർട്ട് കട്ട് വരെ പോവാം. ഈ പെട്ടെന്ന് വേണമെങ്കിൽ ഷോർട്ട് കട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ കുറേ നേരം പിടിക്കും. ഷോർട്ട് കട്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് എത്താം. പിന്നെ ആണെങ്കിൽ ഈ വഴിയിലാണെങ്കിൽ ഇതൊക്കെ കുറവാണ്, ഈ തിരക്കൊക്കെ കുറവാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് പെട്രോളൊക്കെ നോക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പെട്രോൾ തീരാറായി. എന്നാൽ നേരെ പെട്രോൾ പമ്പിലേക്ക് വിടാം. പെട്രോൾ പമ്പ് അതുണ്ട്, അവിടേക്ക് നമ്മൾ തിരിക്കണം. പിടിച്ചേനെ. പെട്രോൾ പമ്പ് തീങ്ങുള്ളിലേക്ക് അയച്ചണം മതി. അടിക്കണം. ഇത് അങ്ങോട്ടേക്കാ വണ്ടി പോണേ, റിവേഴ്സിലേക്ക്. ഞാൻ ഇവിടെ അടിക്കാണ്ട് പോയാൽ മതി. ബൂസ്റ്റ് പിടിക്കണം. അമ്മച്ചേ ഇത് അവിടെ അടിക്കണം. പെട്രോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലത്താണെങ്കിൽ അടിക്കും. ഈ സ്ഥലത്താണെങ്കിൽ നമ്മൾ തന്നെ പെട്രോളൊക്കെ അടിക്കണട്ടാ. അതുകൊണ്ടാ പ്രശ്നം. വേറെ ആരും നമുക്ക് അടിച്ചില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പം അടിക്കാം. ഡീസലല്ല പെട്രോൾ അടിക്കണ്ട. കാറിനൊക്കെയാണ് ഡീസല്. ഇപ്പം പെട്രോൾ എടുത്തു. പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഇനി വണ്ടിയിൽ കയറ്. നേരെ ജുറാസിക് പാർക്കിലേക്ക് വഴി തന്നെ പോണ്ടേ. അവിടെ കണ്ടോ ഒരു വലിയ എന്തോ ഹൈ ജമ്പ് എന്തോടോ പോളുണ്ട്. അതിൻ്റെ പുറകിലാണ് ജുറാസിക് പാർക്ക്. കുറേ മരമൊക്കെ ഉണ്ട്. അതാണ് ജുറാസിക് പാർക്ക്. പിന്നെ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ട്രെയിനൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് വരാറില്ല. എന്താണെന്നറിയാം, ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് ഇപ്പം ട്രെയിനൊന്നും വരില്ല. ഇപ്പം ജുറാസിക് പാർക്കിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ആണെങ്കിൽ തന്നെ തുറന്നു വരും. പറഞ്ഞില്ലേ, ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പം അടിച്ചേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാം. എവിടെയെങ്കിലും അടിച്ചാണെങ്കിൽ പണി കിട്ടിയെന്നെ. വണ്ടിയൊക്കെ നന്നായിട്ട് പോണ്ട്. എവിടെ അടിക്കണില്ല ചേട്ടാ. ഇവിടെ ഒരു അനിമൽ പോലും കാണാനില്ലല്ലോ. കുറേ നാളായി അനിമലിനൊക്കെ കണ്ടിട്ട്. ഇതിപ്പോൾ ഒന്നിനെ കാണാനില്ല. അവിടെ ട്രെയിനല്ലേ പോണേ. ട്രെയിനൊക്കെ ഉണ്ട് ഇവിടെ. ട്രെയിൻ ഇപ്പോഴാണ് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ട്രെയിനെ കാണുന്നത്. ഒരു ആന പോണു. ഈ ആന എന്തൂടെ ആന മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ. സാധാരണ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഡൈനോസറൊക്കെ കുറേ ഉണ്ടാവാറുണ്ട്. കുഞ്ഞിതുണ്ടാവും, വലുതുണ്ടാവും, പിന്നെ പുല്ല് തിന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇല്ലേ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകണം. ഇവിടെ കുറേ